ഹായ്, എല്ലാവർക്കും അക്യുമനിലെ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു സമ്മറൈസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റിൻ്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് ഒരു 26,500 എന്നുള്ള നിഫ്റ്റി ഇൻഡെക്സ് 22,500 ലെവലിലേക്ക് ഇപ്പോൾ വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ മാർക്കറ്റിൻ്റെ ദിശ എങ്ങോട്ടായിരിക്കും, അല്ല മാർക്കറ്റിൽ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളുണ്ടോ, അല്ല ഇവിടെ നിന്ന് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഒരു ചെറിയൊരു സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ നിന്ന് കൂടിയിരിക്കുന്നത്. ഇതിനായിട്ട് നമ്മുടെ ഇന്ന് കൂടിയിരിക്കുന്നത് ഗിരീഷ് 25 കൊല്ലമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. നമുക്ക് ഗിരീഷിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. അതേപോലെ തന്നെ ജതിൻ 22 കൊല്ലമായിട്ട് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്, ഡീലിംഗ് ആയാലും ട്രേഡിംഗ് ആയാലും. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഡിസ്കസ് ചെയ്യാനും കൂടിയാണ് നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നത്. അപ്പോൾ എന്നെയും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം. എൻ്റെ പേര് പത്മരാജ്. ഞാനും 25 കൊല്ലമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണ് മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലുക്ക് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാനാണ് നമ്മളിവിടെ നിന്ന് കൂടിയിരിക്കുന്നത്. മാർക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 4,000 പോയിന്റിൻ്റെ ഒരു കറക്ഷൻ നമ്മളിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ് ഇതിനെ സിഗ്നൽ ചെയ്യുന്ന, ഇനിയും അത് താഴോട്ട് പോകും എന്നുള്ള ഒരു ആശങ്ക നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ഗിരീഷിൻ്റെ അടുത്തൊന്ന് ചോദിച്ചാൽ നമുക്ക് തുടങ്ങാം. ഗിരീഷ്, മാർക്കറ്റ് ഇപ്പോൾ ഇത്ര ഇറങ്ങി നിൽക്കുന്നു. മാർക്കറ്റിൽ എന്തൊക്കെയായിരിക്കാം ഒരു കാരണങ്ങൾ എന്ന് തോന്നുന്നത് ഈ ഇറക്കത്തിന്? വാസ്തവം പറഞ്ഞാൽ പീക്കിൽ നിന്ന് നിഫ്റ്റി ഏതാണ്ട് ഒരു 16-17% കറക്റ്റ് ചെയ്തു. അതേസമയം സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ 30-50% വരെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ. വാസ്തവത്തിൽ FISൻ്റെ സെല്ലിംഗ് ആണ് മാർക്കറ്റിൻ്റെ തകർച്ചയ്ക്ക് ഇത്ര വലിയൊരു ക്രാഷിന് പ്രധാനപ്പെട്ട കാരണമായത്. കഴിഞ്ഞ കോവിഡിന് ശേഷം മാർക്കറ്റിലേക്ക് FISൻ്റെ ഫണ്ട് ഫ്ലോ കാര്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഓരോ വർഷവും നമ്മൾ കണക്ക് നോക്കിക്കഴിയുമ്പോൾ FIS വളരെ ചെറിയ രീതിയിൽ വിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അബ്സർവ് ചെയ്യാൻ മാത്രം നമ്മുടെ ഇവിടുത്തെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ സെപ്റ്റംബറിന് ശേഷം FISൻ്റെ സെല്ലിംഗ് തീവ്രമായ രീതിയിലുള്ള സെല്ലിംഗ് ഉണ്ടായി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 5 മാസത്തിനുള്ളിൽ 3.25 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും FIS വിഡ്രോ ചെയ്തു. ഇതിനകത്ത് കുറേ ഗ്ലോബൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതേസമയം കുറേ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സും ഇതിനകത്തുണ്ട്. ഒന്നാമത്തെ കാരണം വാല്യുവേഷൻ കൺസേൺ ആയിരുന്നു. അതായത് ബാക്കിയുള്ള മാർക്കറ്റുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് എക്സ്പെൻസീവായ ഒരവസ്ഥയിലായിരുന്നു. കോവിഡിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പുറത്തുനിന്ന് FISൻ്റെ സൈഡിൽ നിന്ന് കണ്ടമാനം ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. അധികം ഇൻവെസ്റ്റ്മെൻറ്റ് വന്നത് ആ സമയത്ത് നമ്മളെ സംബന്ധിച്ച് കുറേ പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഒന്ന് സ്റ്റേബിൾ ഗവൺമെൻറ് ആയിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഡെമോഗ്രാഫിക് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പിന്നെ കമ്പാരിറ്റീവ് നോക്കുമ്പോൾ സ്മോൾ ക്യാബ് ലെവലിൽ, മിഡ് ക്യാബ് ലെവലിൽ, ഗ്ലോബൽ ലെവലിൽ തന്നെ സ്റ്റാൻഡേർഡായ ഒരുപാട് കമ്പനികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ റെഗുലേറ്ററി സൈഡിൽ നിന്ന് നോക്കുമ്പോഴോ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ഫേവറായ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് FISൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുവാനും വന്നു. അതുപോലെ എന്നും ഇന്ത്യൻ മാർക്കറ്റ് എക്സ്പെൻസീവ് ആയിരുന്നു. അതിനകത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോത്തിനുള്ള ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ടായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് എക്സ്പെൻസീവ് വരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ക്വാർട്ടറായിട്ട് വരുന്ന റിസൾട്ടുകൾ ഈ പ്രൈസ് കയറിയതിനെ മാത്രം ജസ്റ്റിഫൈ ചെയ്യാനുള്ള ആ ഒരു രീതിയിലേക്ക് വന്നില്ല. അതാണ് FISൻ്റെ സെല്ലിങ്ങിന് മെയിനായിട്ടുള്ള കാരണമായത്. ഇതിന് എന്ത് തോന്നുന്നു? ഇതിനെക്കുറിച്ച് എന്താണ് ഒരു കാഴ്ചപ്പാട്? തീർച്ചയായിട്ടും ഗിരീഷേട്ടൻ പറഞ്ഞ പോയിന്റുകൾ വളരെ വാല്യബിളാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ഫാക്ടേഴ്സ് ഒത്തിരി മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം 2024 ആണെങ്കിൽ 2 വലിയ രാജ്യങ്ങളുടെ ഇലക്ഷൻ നടക്കുകയായിരുന്നു. അപ്പം മോസ്റ്റ്ലി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഗവൺമെൻറ് ഫണ്ടിങ് വളരെ കുറഞ്ഞു പോയി. അതാണ് ഒരു റീസൺ ഉണ്ടായിരുന്നത്. അപ്പം പല സെക്ടേഴ്സും അതുമൂലം ഗ്രോത്തിന് ഹിൻഡറൻസ് ഉണ്ടായി. മാത്രമല്ല പിന്നെ ഡോളർ മറ്റുള്ള കറൻസികളെക്കാളും കൂടുതൽ പിന്നെ ശക്തി ആർജിച്ചത് അതും വലിയൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലെ പല കമ്പനികൾ, എസ്പെഷ്യലി മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് കമ്പനികൾ, വാല്യുവേഷൻസ് വളരെ ഓവറായിരുന്നു. അത് ഇപ്പോഴും അത് കറക്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. അപ്പം തീർച്ചയായിട്ടും മാർക്കറ്റ് കുറച്ചുകൂടെയൊക്കെ താഴത്തേക്കുള്ളൊരു ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മളിപ്പം അത് ഈ ലാസ്റ്റ് ജൂലൈയിൽ നമുക്ക് 20% ആയിട്ട് ഷോർട്ട് ടൈം ഗെയിനും അതുപോലെ തന്നെ
LTCG ആണെങ്കിൽ 13% വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇത് രണ്ടും ഒരു ഫാക്ടറാണ് മാർക്കറ്റിലേക്ക് ഇൻഫ്ലോ പറയാനുണ്ടായ കാര്യം. കാരണം ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റുപ്പി ഫ്ലക്ച്വേഷനും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ FIs തീർച്ചയായിട്ടും അതിനകത്തൊരു ഒരു ഫാക്ടറിനാവും എന്നുള്ളതാണ് എനിക്ക് പറയാൻ. ഇതിൽ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റ് കഴിഞ്ഞ 4 കൊല്ലം ഒരു ആനുവലൈസ്ഡ് റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഒരു 25%ഓളം റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നോർമൽ കേസിൽ അത് എല്ലാ കൊല്ലവും കിട്ടാൻ അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ ആ റേറ്റ് ഉണ്ടാവുന്നത് ലോങ് ടേമിൽ എന്ത് റിട്ടേൺ ആയിരിക്കാം മാർക്കറ്റിൽ തന്നിരിക്കുന്നതായിട്ട് ഉള്ളത്? വേൾഡ് ഓവർ നോക്കിയാലും നമ്മുടെ ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് നോക്കിയാലും ഇതിൻ്റെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്കെടുത്താൽ ശരാശരി ഇപ്പോഴും ഈ കറക്ഷന് ശേഷവും 100% മുകളിൽ റിട്ടേൺ കൊടുത്തിട്ടാണ് നമ്മുടെ ഇൻഡെക്സ് വൈസ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള എമർജിങ് രാജ്യങ്ങളിലെ ഇൻഡെക്സുകളൊന്നും ആ കണക്കിനുള്ള റിട്ടേൺ കൊടുത്തിട്ടില്ല. ആകെപ്പാടെ നമ്മൾ ഇപ്പം നിലവിൽ നമ്മൾ ഇൻഡെക്സിനെ ബീറ്റ് ചെയ്തേക്കുന്നത് ആകെ നാസ്ഡാക്ക് ഇൻഡെക്സ് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു ഇൻഡെക്സും നമ്മുടെ ഇൻഡെക്സിൻ്റെ അത്രയും റിട്ടേൺ കൊടുത്തിട്ടില്ല. പിന്നെ വാല്യുവേഷൻ്റെ കാര്യം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ FIസിനെ സംബന്ധിച്ച് ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ടാക്സും അതുപോലെ തന്നെ കറൻസിയുടെ ഡിപ്രിസിയേഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം FIയെ സംബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പം നിലവിൽ ഗ്രോത്ത് കുറയും കൂടി ചെയ്തപ്പോൾ ഒട്ടും അട്രാക്റ്റീവ് അല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നത്. പിന്നെ ശരിക്കും എക്കോണമിയും മാർക്കറ്റും ഏകദേശം ഒരു 8 വർഷ സൈക്കിൾ സ്വഭാവമാണ് നമ്മുടെ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 92, 2000, 2008, അതിനുശേഷം 2016 ബാങ്കിങ്ങളുടെ NBAയുടെ ക്രൈസിസ് വന്നു. അതിനുശേഷം 2024 ഇപ്പോഴത്തെ കറക്ഷൻ നടക്കുന്നത്. ശരിക്കും ഒരു 8 വർഷത്തെ ഒരു സൈക്കിളാണ് ഇത്. മാർക്കറ്റിൽ അങ്ങനെ ഒരു കാരണങ്ങൾ പലതായിരിക്കും. ഓരോ സൈക്കിൾ പീക്കിനും അതുപോലെ തന്നെ ബോട്ടത്തിനും ഓരോ കാരണങ്ങൾ പലതായിരിക്കും. പക്ഷേ ആ ഒരു സൈക്കിൾ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ വർഷവും ഇത് ഒരേപോലെ റിട്ടേൺ കൊടുത്തുകൊണ്ട് ഇരിക്കില്ല. എന്തായാലും ഇതിനകത്ത് ഒരു പീക്കും ഒരു ബോട്ടവും നമ്മൾ കാണേണ്ടി വരും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പീക്കിന് ശേഷം നമ്മൾ ഒരു കറക്ഷൻ മോഡിലേക്ക് മാറിയിരിക്കുന്നതാണ്. അതിനകത്ത് കാരണങ്ങൾ ഡൊമസ്റ്റിക്കായ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഗ്ലോബൽ ലെവൽ നോക്കുന്ന നേരത്ത് ഇപ്പോൾ ട്രംപിൻ്റെ ഭരണകൂടം വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന താരിഫ് വാർ ശരിക്കും അത് ഗ്ലോബൽ എക്കോണമിയിൽ ഗ്ലോബൽ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഗ്ലോബലൈസേഷന് ശേഷം വാസ്തവത്തിൽ എക്കോണമികളുടെ തന്നെ ഒരു ഇൻറ്റഗ്രേഷനാണ് വന്നേക്കുന്നത്. അതിനുശേഷം ഏതെങ്കിലും ഒരു വലിയ രാജ്യങ്ങളിൽ ഗ്രോത്തിന് കുറവുള്ള ഒരു നെഗറ്റീവ് ഗ്രോത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ബാക്കി എല്ലായിടത്തും അതിൻ്റേതായ രീതിയിൽ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് ഇതിനകത്തൊരു കാരണമാണ്. അപ്പോൾ ഈ താരിഫ് വാറിനെ കുറിച്ച് ജെസിന് എന്താ തോന്നുന്നത്? അത് എത്രത്തോളം മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും? അല്ലാതെ ഒരു ലോക്കലൈസ്ഡ് ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നു തോന്നുന്നുണ്ടോ? അല്ലാതെ അമേരിക്ക സ്പെസിഫിക് ആണോ? അല്ല അമേരിക്കൻ ഡിപ്പെൻഡൻ്റ് രാജ്യങ്ങളിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ബിക്കോസ് ഈ അമേരിക്കൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിലായിരിക്കും കൂടുതൽ ഇതിനെ ബാധിക്കുക. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചൈനയുമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ട് നോക്കുകയാണെങ്കിലും ട്രേഡ് ഡെഫിസിറ്റാണ് US-നുള്ളത്. അതുകൊണ്ടാണ് അവർ ഇത് താരിഫിന് വേണ്ടിയിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താരിഫ് പ്രശ്നം ഇപ്പം വേൾഡ് ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. ഇപ്പം ചൈനയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് US-ൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ ലോങ് ടൈം എഫക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ US-ലെ ഇൻഫ്ലേഷൻ വർദ്ധിക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പം അങ്ങനെ ഇൻഫ്ലേഷൻ വർദ്ധിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ US-ന് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത് സെറ്റിലാകുന്നിടം വരെ മാർക്കറ്റ് കുറച്ച് വോളറ്റൈൽ ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരുമാതിരി പറഞ്ഞാൽ താരിഫ് വാർ കൊണ്ടുള്ള എഫക്റ്റ് എന്തായാലും എല്ലാ രാജ്യങ്ങളിലും ബാധിക്കും. അപ്പോൾ ഇതിൽ ഈ അമേരിക്കൻ എഫക്റ്റ് ചെയ്യുന്നതാണോ ചാൻസ് കൂടുതലെന്ന് തോന്നുന്നു? അല്ല എമേർജിങ് മാർക്കറ്റ്സിന്, ഇന്ത്യ പോലത്തെ എമേർജിങ് മാർക്കറ്റ്സിനുള്ള പ്രശ്നങ്ങളായിരിക്കും കൂടുതലെന്ന് തോന്നുന്നുണ്ടോ? എമേർജിങ് മാർക്കറ്റുകളെക്കാൾ കൂടുതൽ ബാധിക്കാൻ പോകുന്നത്, കാരണം ബിക്കോസ് ഇപ്പം US ഒരു പക്ഷം, ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം സെക്കൻഡ് എന്നുള്ള രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ യൂറോപ്പിനെതിരെയാണെങ്കിലും അവർ നല്ല രീതിയിൽ താരിഫ് ചുമത്തിയിട്ടുണ്ട്. ഇപ്പം അവരുടെ മെക്സിക്കോ അതുപോലെ തന്നെ കാനഡ പോലുള്ള രാജ്യങ്ങളിലും ഇതുപോലെ തന്നെ കൂടുതൽ പിന്നെ താരിഫ് ചുമത്താൻ പോകുന്നു. അപ്പം സംഭവിക്കാൻ പോകുന്ന കാര്യം, ഐസൊലേറ്റ് ചെയ്തിട്ട് ഒരു എക്കോണമിക്ക് ഇന്ന് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഇന്നത്തെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട്. അപ്പം ഡെഫിനറ്റ്ലി ദർ വിൽ ബി എന്തെങ്കിലും ഒരു സമവായം ഉണ്ടാകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നു കഴിഞ്ഞപ്പോൾ
2 വർഷം കഴിഞ്ഞിട്ടാണ് ചൈനയുമായിട്ടൊരു ഒരു പാക്ട് ഉണ്ടായത്. എന്ന് പറഞ്ഞിട്ട് ഇത് ഒരു ആദ്യത്തെ ഒരു പ്രശ്നമായിട്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. അത് എസ്കലേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ ചിലപ്പം മെഷേഴ്സ് ചെയ്യുമായിരിക്കും. കാരണം എല്ലാ രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഐസൊലേറ്റ് ചെയ്തിട്ട് എല്ലാ പ്രോഡക്റ്റുകളും ഉണ്ടാക്കിയൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഉപോത്ബലകമായിട്ട് എന്തെങ്കിലും ഒരു നീക്കുപോക്കുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ധാരണ. പിന്നെ ഗിരീഷ്, ഈ മാർക്കറ്റിൽ എന്തെങ്കിലും സെക്ടർ സ്പെസിഫിക്കോ അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക്കോ ആയിട്ടുള്ളൊരു സെല്ലിംഗ് ആയിട്ട് വല്ലതും ആണോ നമ്മൾ മാർക്കറ്റിൽ എന്തെങ്കിലും കാണാനുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ എഫക്റ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് ആയിട്ടും മാർക്കറ്റിൽ നിലവിൽ കാണുന്നുണ്ടോ? പക്ഷെ നിലവിൽ നമ്മൾ മുമ്പ് കണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിന് നേരെ വിപരീതമായിട്ട് പ്രാവശ്യം ഒരു ബ്രോഡ് ബേസ്ഡ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ വന്നത്. മുമ്പ് പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ലായിരുന്നു. ചില സെക്ടറുകൾ എങ്ങനെയും എത്ര മാർക്കറ്റ് കറക്റ്റ് ചെയ്താലും ചില സെക്ടറുകൾ അല്ലെങ്കിൽ ചില സ്റ്റോക്കുകൾക്കൊക്കെ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ കണ്ടില്ല. മിക്കവാറുള്ള എല്ലാ സെക്ടറുകളിലും ഒരുപോലെ ഇപ്രാവശ്യം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ US നമ്മൾ ചേട്ടൻ പറഞ്ഞപ്പോൾ കൂടെ ഒരു കാര്യം കൂടെ പറയാനായിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ താരിഫ് കൂടുന്നതനുസരിച്ച് കമ്പനികൾ ഒരു ചെറിയ ശതമാനമൊക്കെ കമ്പനികൾക്ക് ചിലപ്പം വേണമെങ്കിൽ മാർജിനിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ളത് സിംപിളി പ്രോഡക്റ്റിന് പ്രൈസ് കൂട്ടാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സൺഫാർമയുടെ ഒക്കെ ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞു, അവർക്ക് പ്രൈസ് കുറയ്ക്കാനൊന്നുമില്ല. അതുകൊണ്ട് എവിടെ താരിഫ് എത്ര കൂടിയാലും അത്രമാത്രം പാസ് ഓൺ ചെയ്യണം. അത് കസ്റ്റമേഴ്സിൻ്റെ മുകളിലേക്ക് നേരെ പാസ് ഓൺ ചെയ്യും. എഫക്റ്റ് സംഭവിക്കുന്ന പറഞ്ഞാൽ പ്രൈസ് കൂടും. പ്രൈസ് കൂടുന്ന ഇൻഫ്ലേഷൻ കൂടും. ഇൻഫ്ലേഷൻ കൂടി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം വീണ്ടും ഉണ്ടാവും. അപ്പോൾ US അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ റേറ്റ് കുറയാതെ സാഹചര്യം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വീണ്ടും എമർജിങ് മാർക്കറ്റിൽ നിന്ന് ഫണ്ടുകൾ പുറത്തോട്ട് തന്നെ തിരിച്ച് US തന്നെ പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ അധികം നാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡൗൺ ആയിട്ട് കിട്ടാൻ അതിൽ സെക്ടർ എന്നൊന്നും ഇല്ല. പക്ഷേ അത് ഒറ്റപ്പെട്ട ചില സെക്ടറുകൾക്ക് ഫേവറായിട്ടുള്ള അവസ്ഥ ഉണ്ടെങ്കിലും അത് പക്ഷേ സസ്റ്റെയിൻ ചെയ്യും എന്ന് തോന്നുന്നില്ല. അപ്പോൾ മൊത്തമായിട്ടുള്ളൊരു പാനിക്കിൽ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സെക്ടേഴ്സ് പോലും ചിലപ്പോൾ അണ്ടർ പെർഫോം ചെയ്യും. നമ്മുടെ RBIയുടെ പോളിസി എന്തെങ്കിലും മാർക്കറ്റിനെ കുറച്ച് ഗുണകരമായിട്ടുള്ള രീതിയിലേക്ക് വരാനുള്ള ഇതുണ്ടോ? അത് കാരണം നമ്മുടെ മാർക്കറ്റ് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കാനുള്ള ചാൻസസ് കാണുന്നുണ്ടോ? വാസ്തവം പറഞ്ഞാൽ അതിന് കുറച്ച് ചാൻസ് ഉണ്ട്. പക്ഷെ അതായത് നമ്മളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും 6.5% അതിന് മുകളിൽ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം GDP 6.4 കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടറിൽ അനൗൺസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടി അപ്വേർഡ് റിവൈസ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ നമ്മുടെ ഇൻഫ്ലേഷൻ കുറയുന്നുണ്ട്. ഇത് റേറ്റ് കുറയ്ക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. IIP മോശമല്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എക്കോണമി വീക്കാകുന്നൊരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ സംബന്ധിച്ച് പ്രശ്നങ്ങളുള്ളൂ. പക്ഷേ ഇതിൻ്റെ മുമ്പ് പറഞ്ഞാൽ തന്നെ ഒറ്റപ്പെട്ട ഒരു എക്കോണമിക്കായിട്ട് നിൽക്കാൻ പറ്റില്ല. ഇത് ഗ്ലോബലി സംഭവിക്കുന്നത് ഏറെ കുറച്ച് നമുക്കും അത് നമ്മുടെ എക്കോണമി അത് ബാധിക്കും. പക്ഷേ ഇപ്പം നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ താരതമ്യേന കമ്പാരിറ്റീവ് നമ്മൾ ഒരു ബെറ്റർ പൊസിഷനിലാണ് എന്ന് മാത്രമേ ഇപ്പോൾ ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ഈ സെല്ലിംഗ് അല്ലെങ്കിൽ FIയുടെ ഭാഗത്തു നിന്നുള്ള സെല്ലിംഗ് എത്ര കാലത്തേക്ക് ഉണ്ടാകും എന്നുള്ളത് ജത്തിന് തോന്നുന്നുണ്ട്? നമുക്കൊന്നും കറക്റ്റായിട്ടൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും എന്നാൽ ഏറെക്കുറെ പറയുകയാണെങ്കിൽ എക്സാക്റ്റ് പോയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഡിപ്പെൻസ് ഓൺ, ഇപ്പം ഗിരീഷേട്ടൻ പറഞ്ഞതിലോട്ട് തന്നെ ഈ US ഇപ്പം താരിഫാറിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു FIസിനെ എന്നും സെല്ല് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഡെഫിനറ്റ്ലി അവിടെ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് FIs വിഡ്രോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഈസി മണി അവർക്ക് അവിടെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ US കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി മണിയായിട്ട് അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പോകുന്നത്. പക്ഷേ ഒരിക്കലും അവർക്ക് വേറൊരു എക്കോണമി ഇത്രയും നല്ലതായിട്ടുള്ള ബെറ്ററായിട്ടുള്ള ഒരു എക്കോണമി ഇന്ത്യൻ എക്കോണമി അല്ലാതെ വേറൊരു എക്കോണമി. കാരണം ഇന്ത്യയിലെ ഇപ്പം കമ്പനികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഗ്ലോബൽ കമ്പനീസാണ്. പിന്നെ മാത്രമല്ല ഇപ്പം പല കമ്പനികളും അക്രോസ് ദ വേൾഡ് പ്രൊഡക്ഷൻ, ഇപ്പം യൂറോപ്പ്, ലേറ്റസ്റ്റ് യൂറോപ്പാണ്, യൂറോപ്പും എല്ലാം പ്രൊഡക്ഷൻസ് ഷിഫ്റ്റ് ചെയ്യുന്ന ഇന്ത്യയിലേക്കാണ്. ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അധികം നാൾ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ പറയുന്നത് കുറച്ചുകൂടെ ഈ പറയുന്ന മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പുകൾ, ലാർജ് ക്യാപ്പുകളൊക്കെ കുറച്ചുകൂടെ മാർക്കറ്റിനകത്തൊരു കറക്ഷൻ മോഡിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അതൊന്നും നിലനിൽക്കും. അത് വലിയൊരു ലോങ് പീരീഡിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട്. ചിലപ്പോൾ ഒരു 6 monthsലൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ചിലപ്പം എക്കോണമി റിവൈവ് ചെയ്യാൻ തുടങ്ങും. കാരണം ഇപ്പം എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ FIs എന്നും ഷോർട്ടിൽ നിൽക്കത്തില്ല. കാരണം ആൾക്കാർക്ക് പ്രഡിക്റ്റബിൾ, എപ്പോഴും നമ്മൾ പറയുന്നുണ്ട് മാർക്കറ്റ് എപ്പോഴും പ്രഡിക്റ്റബിൾ ആണ്. ആൾക്കാർ കറക്ഷൻസ് പ്രതീക്ഷിക്കും. ഇപ്പം നമുക്ക് തന്നെ 2020 കാര്യം അറിയാം. എല്ലാവരും വിചാരിച്ച് മാർക്കറ്റ് ഇനി ഒരു 5 വർഷത്തേക്ക് ഇനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് തോന്നിയ സമയത്തു നിന്നാണ് മാർക്കറ്റ് പുതിയ ഹൈയിലേക്ക് പോയത്. എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ ഒരു വിശ്വാസം
ഒരു നെഗറ്റീവ് തോട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കോണമി ഒരു അട്രാക്റ്റീവ് സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിലേക്ക് ബൈയിങ് തന്നെ വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്നും ഇങ്ങനെ നിൽക്കണം എന്നുള്ള ഒരിതില്ല. ഒരു ഇതിലെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ GDP-യുടെ ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ എപ്പോൾ നോക്കിയാലും അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന 1-2 രാജ്യങ്ങളിൽ ഇന്ത്യ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിൽക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി മണി ചേസ് ചെയ്യേണ്ടി വരുന്നുള്ള ഒരു അവസ്ഥയിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇന്ത്യ ആ രീതിയിൽ അട്രാക്റ്റീവ് ആയിരിക്കും. ഷോർട്ട് ടേമിൽ ചിലപ്പോൾ റൺ ചെയ്തു പോയ സ്പീഡ് ഒന്ന് കറക്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഒരുമാതിരി ബോധ്യപ്പെടുന്നത്. അതായത് ടു ഫാസ്റ്റ് ആയോ എന്നൊരു സംശയം. അപ്പോൾ അതിൻ്റെ ഒരു കറക്ഷൻസ് മാർക്കറ്റിൽ കാണിക്കുന്നുണ്ട്. FI സ്ഥിരം സെല്ല് ചെയ്തുകൊണ്ട് അങ്ങ് പോയിക്കൊണ്ടേയിരിക്കാൻ പറ്റില്ലെന്ന് തന്നെയാണത്. ഇത് ഗ്ലോബൽ ഫിനോമിനൻ ഒരു സെല്ലിംഗ് ആയിട്ടാണ് നമ്മൾ പൊതുവെ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിലൊരു ഇരയായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും നിലവിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവരെയും അപ്രോച്ച് എന്തായിരിക്കണം എന്ന് തോന്നുന്നുണ്ടോ മാർക്കറ്റിൽ? നമ്മൾ ആദ്യം തന്നെ സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു 8 വർഷത്തെ കണക്കിനുള്ള ഒരു സൈക്ലിക് സ്വഭാവമാണ് കാണിക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഒരു പീക്കിന് ശേഷമുള്ള കറക്ഷൻ ആയതുകൊണ്ട് ആദ്യ റൗണ്ടിൽ വാങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് കുറേ അധികം പേ എടുക്കേണ്ടി വരും. പക്ഷേ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു അത്യാവശ്യം നല്ല എന്ന് വെച്ചാൽ 1 ഇയറിലെ കംപ്ലീറ്റ് ഗെയിനും വൈപ്പ് ഔട്ട് ആയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാർക്കറ്റിലേക്ക് വരാൻ പറ്റിയ സമയമാണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് താഴുന്ന സമയത്ത് ആരും ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഏറ്റവും കൂടുതൽ ഇവരെ ഉള്ള സമയത്താണ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് പബ്ലിക്കിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന നേട്ടം മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റാതെ പോകുന്നത്. വാസ്തവം പറഞ്ഞാൽ SIP വഴിയുള്ള പല ആൾക്കാരും എനിക്ക് തോന്നുന്നു SIP ഇപ്പോൾ കഴിഞ്ഞ ദിവസം മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡേറ്റ വന്നപ്പം SIP കുറേശ്ശെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാ പ്രാവശ്യം ഇങ്ങനെയാണ്. മാർക്കറ്റിൻ്റെ ഏറ്റവും ബോട്ടം അടിക്കുന്ന സമയത്ത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മിക്കവാറും മാർക്കറ്റിൽ നിന്ന് കളത്തിന് വെളിയിലായിട്ടുണ്ടാവും. ഇപ്പോഴും ആ ഒരു ട്രെൻഡ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് നേരെ തിരിച്ച് സംഭവിച്ചതെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് മെച്ചമുണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ വളരെ ഷോർട്ട് ടൈം ചിന്താഗതിയിലല്ല, ഒരു മീഡിയം ടൈം അല്ലെങ്കിൽ ലോങ് ടൈം ചിന്താഗതിയിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങേണ്ട സമയമാണിത്. അതങ്ങനെയാണ് ഗെയിൻ ഉണ്ടാക്കാൻ പറ്റും. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ 2020 ശേഷം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ ഒരു 10% ഉള്ള കറക്ഷൻ പോലും മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത് കാരണമായിരിക്കും ഈ ഒരു രീതിയിൽ കാണുമ്പോൾ ഒരു ഷോക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. ജിതിന് ഇതിനെക്കുറിച്ച് എന്താ തോന്നുന്നു? ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നു, ഇപ്പോൾ അവരുടെ പോർട്ട്ഫോളിയോ പൊതുവെ ഒരു 30% ഒക്കെ ചിലപ്പോൾ ഡൗൺ ആയിരിക്കും. ആ പോർട്ട്ഫോളിയോ ഡൗൺ ആയിരിക്കുന്ന അവരുടെ അവസ്ഥയിലും നമുക്ക് എന്താണ് അതിൽ പൊതുവായിട്ടൊന്ന് പറയാനുണ്ടായിരുന്നു? എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെക്കാട്ടിലും വേഴ്സ് സിറ്റുവേഷൻസ് മാർക്കറ്റിൽ ഉള്ളവർ കണ്ടിട്ടുണ്ട്. 2008 ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, നിഫ്റ്റി വലിയ രീതിയിൽ 2 വർഷത്തോളം ഏകദേശം മാർക്കറ്റ് ഡൗൺ ആയിട്ട് കിടന്ന സമയമാണ്. 2007 അവസാനം മുതൽ 2010 ഇതുവരെ നമുക്ക് മാർക്കറ്റ് ഭയങ്കര മോശമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ഇതായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് 2017 ശേഷം മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പുകളിൽ ഭീകരമായിട്ടുള്ള ഒരു കറക്ഷൻ നടന്നു. അത് കഴിഞ്ഞ് 2020 അത് കയറിയത്. അന്നൊന്നും വന്നത്ര ലോ ഇപ്പോഴും പല സ്റ്റോക്കുകളിലും വന്നിട്ടില്ല. ഓഫ് കോഴ്സ് ചില സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ പൊട്ടി പോകുന്നിട്ടുണ്ട്. അത് തീരെ മോശമായിട്ടുള്ള കമ്പനിയാണ്. ആ കമ്പനി സ്പെസിഫിക്കാണ്, അല്ലാതെ ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക്സ് ആണോ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞ അത്രയ്ക്ക് വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല. നാളെ വരാതിരിക്കാം. ബട്ട് എനിക്ക് പറയാനുള്ളത്, ഈ സ്റ്റോക്ക് ഇതുവരെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് ക്വാളിറ്റിയുള്ള കമ്പനികൾ വാങ്ങിച്ചു വെച്ചിരിക്കും. എ ഗ്രൂപ്പ് കമ്പനികളിൽ ഏതെങ്കിലും, അല്ലെങ്കിൽ മിഡ് ക്യാപ്പിലോ സ്മോൾ ക്യാപ്പിലോ ഗുഡ് ക്വാളിറ്റി കമ്പനികളോ അല്ലെങ്കിൽ നല്ല ബേസുള്ള കമ്പനികൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില താഴെ പോയത് ഇൻവെസ്റ്റേഴ്സ് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. പിന്നെ അവർക്ക് ഒന്നും ചെയ്തില്ലെങ്കിലും ദേ ഷുഡ് എന്താ പറയുക, കീപ് ദ സ്റ്റോക്സ് ടൈറ്റ്. ഇപ്പം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് വാങ്ങിക്കാൻ, നിരീക്ഷണം പറഞ്ഞതിലോട്ട് പുതിയതായിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയ ടൈമാണ്. ഇനി പുതിയതായിട്ട് വരുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ സ്ട്രെച്ചിൽ പോയി വാങ്ങിക്കാതെ ഒരു പിരമിഡ് സ്റ്റൈലിലോ ഒക്കെ പോയി വാങ്ങിക്കുന്നതായിരിക്കും ഉചിതമായിട്ടുള്ള രീതിയിൽ അതിന് പറയുന്നത്. അത് ക്വാളിറ്റി കമ്പനികളിലേക്ക് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വിസിബിലിറ്റി ഉള്ള കമ്പനികൾ ധാരാളം, ഇപ്പം ബുക്ക് വാല്യൂവിനൊക്കെ താഴെയായിട്ടുള്ള ധാരാളം കമ്പനികൾ നമുക്ക് അവൈലബിൾ ആണ്. നല്ല ഇതിൽ ഇപ്പം തന്നെ ഓൾറെഡി ഈ കറക്ഷനിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് ഓൺ. ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരെ ആ പൊസിഷൻസ് ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുക. കാരണം അത് ആവറേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആവറേജിങ്ങിന് പറ്റിയ സമയമാണോ എന്നുള്ളത് നോക്കിയിട്ട് അത് നല്ലതായിട്ടൊരു ഫിനാൻഷ്യൽ അഡ്വൈസറെ സമീപിച്ചിട്ട് ആ സ്റ്റോക്കിന് വാല്യുവേഷൻ ഉള്ളതാണോ
ഇത് ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പോകുന്നതാണോ എന്ന് നോക്കിയിട്ട് കൃത്യമായിട്ടുള്ളൊരു അവലോകനം നടത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമായിട്ടുള്ളത്. അല്ല ഇപ്പം ഒരു കമ്പനി ഇപ്പം 1000 രൂപ എന്നൊരു കമ്പനി 200 രൂപ വന്നു പറഞ്ഞിട്ട് അതിനെ ആവറേജ് ചെയ്യാൻ പോകുന്നതിനേക്കാൾ കാര്യം ആ 1000 രൂപയിൽ നിന്ന് എന്തുകൊണ്ട് 200 രൂപയിൽ വന്നു എന്നുള്ളത് സ്റ്റഡി ചെയ്തിട്ട് അതിനി വർത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ, തിരിച്ചു കയറാനുള്ള ചാൻസസ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ പറഞ്ഞത് തന്നെയാണ് പൊതുവെ പറയാനുള്ളത്. നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് ആയാലും സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാലും പൊതുവെ പറയുന്ന ഫിലോസഫി എന്ന് പറയുന്നത് നമ്മളൊരു 1 കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കോ അല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു 10 ഇയർ 20 ഇയർ ഹൊറൈസൺ ആയിട്ട് വേണം നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ക്വിക്ക് മണി എന്നുള്ള രീതിയിൽ മാർക്കറ്റ് ഈയിടെ കണ്ടത് കൊണ്ടായിരിക്കാം ആൾക്കാർക്ക് പൊതുവെ ഉണ്ടാകുന്ന ഒരു ഷോക്ക്, ഭയങ്കര ഭീകരമായ ഒരു സെല്ലിങ് വന്നു എന്ന് നമുക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ 10 കൊല്ലോ 20 കൊല്ലോ മ്യൂച്വൽ ഫണ്ട് ആയാലും നമ്മൾ ഇൻഡെക്സ് ആയാലും അതിൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ കാണും ഒരു ഡൗൺ ട്രെൻഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഡൗൺ ട്രെൻഡിൽ ശരിക്കും അവരുടെ സിപ്പ് അഡീഷൻ ചെയ്തവരുടെ റിട്ടേൺ ആണ് കൂടുതൽ. ഇപ്പോൾ സപ്പോസ് ഒരു 10,000 നിങ്ങൾ സിപ്പ് എമൗണ്ട് മന്ത്ലി പോയിക്കൊണ്ടിരുന്ന ആൾക്കാരെ അവരൊരു 10% ടോപ്പ് അപ്പ് ഒരു ഡൗൺ ആയി കഴിഞ്ഞാൽ അവർക്ക് പറ്റുമെങ്കിൽ 10% എന്തെങ്കിലും ടോപ്പ് അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അടുത്ത അപ് ട്രെൻഡിൽ വരുന്ന റിട്ടേൺ അവരുടെ ഭയങ്കരമായിരിക്കും. നേരെ മറിച്ച് ഇപ്പോൾ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫിലോസഫിക്ക് ചേർന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയല്ല, നമ്മളൊരു ഗാംബ്ലിംഗ് രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫിലോസഫി മാത്രമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ മേടിച്ച അടുത്ത നിമിഷം തൊട്ട് കൂടുക എന്നുള്ള സമീപനം മാത്രമായിട്ട് നമുക്ക് നിൽക്കുന്നു. അപ്പോൾ നമുക്കിതിൽ ഒരുമാതിരി കൺക്ലൂഡ് ചെയ്യാൻ എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിൽ എന്താണ് നമുക്കിത് പറയാൻ കിട്ടുന്നത്? ഇതിനകത്ത് വേറൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യം പറഞ്ഞു, ഈ ബിസിനസ്സിൻ്റെ സാഹചര്യങ്ങൾ പഴയതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പം എനിക്കതിനകത്ത് എടുത്തു പറയാനുള്ളത് കാര്യം ഫണ്ട് മാത്രം ലോങ് ടൈം വേണമെന്നേ ഉള്ളൂ. സ്റ്റോക്ക് ഒറ്റ സ്റ്റോക്കിൽ തന്നെ നമ്മൾ 15 വർഷം 20 വർഷം അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് ലോങ് ടൈം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ നിൽക്കാൻ പറ്റിയ ഫണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ വളരെ ഷോർട്ട് ടൈമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത ഫണ്ടുകളോ അതല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ബോറോ ചെയ്ത ഫണ്ടുകളോ അങ്ങനെ പെട്ടെന്ന് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് ക്വിക്ക് മണി ഉണ്ടാക്കാനുള്ള ആ ഒരു ടെൻഡൻസി തീർച്ചയായിട്ടും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒറ്റ സ്റ്റോക്കിൽ തന്നെ ഒരുപാട് വർഷം 15-20 വർഷം നിൽക്കണമെന്നില്ല. പക്ഷേ ലോങ് ടൈം നമ്മുടെ വ്യൂവിലായിരിക്കണം നമ്മളുടെ ഫണ്ട്. കമ്പനികളുടെ സാഹചര്യങ്ങൾ ഔട്ട്ലുക്ക്, അതായത് ഷെയറിന് പ്രൈസ് താങ്ങൂ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടല്ല നമ്മൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഔട്ട്ലുക്ക് മാറുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി. അതായത് മാർക്കറ്റിൽ എപ്പോഴും കയറ്റത്തിന് അത് ഷെയറിൻ്റെ പ്രൈസ് കയറാനും ഇറങ്ങാനും ഇഷ്ടംപോലെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യാവൂ. ജനറൽ മാർക്കറ്റ് ട്രെൻഡിൻ്റെ പേരിൽ താഴുന്നതാണെന്ന് വരികിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഡെയിലി അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പ്രൈസ്. പക്ഷേ അതേസമയം ബിസിനസ് മോശമായതുകൊണ്ട്, ബിസിനസ് ഔട്ട്ലുക്ക് മോശമായതുകൊണ്ട് താഴുന്നതാണെങ്കിൽ പിന്നെ നമ്മൾ ആ ഷെയറിൽ ആവറേജ് ചെയ്യുന്നുണ്ട് എനിക്കറിയിക്കാതെ എക്സിറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇൻഫോംഡ് ആയിരിക്കണം. എല്ലാ ദിവസവും മാർക്കറ്റിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ബിസിനസ്സിൽ നടക്കുന്നത് എന്താണ്, അതിൻ്റെ ഔട്ട്ലുക്ക് എന്താണ് എന്നുള്ളതിനെ പറ്റി നമ്മൾ ബോധവാനായിരിക്കണം. ജിതിൻ, മാർക്കറ്റിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ മാർക്കറ്റിൽ ഈ സെല്ലിങ്ങിൽ വന്ന സാഹചര്യങ്ങൾ പറഞ്ഞു. FIയുടെ സെല്ലിംഗ് ആണ് ഒരു ഭാഗം, കുറച്ച് ഗ്ലോബൽ ഹെഡ്വിൻസ് ഉണ്ട്, മാക്രോ ഫാക്ടേഴ്സ് കാരണം വരുന്നുണ്ട്. പിന്നെ ഡൊമസ്റ്റിക്കിൽ കുറച്ച് നേരിയ തോതിലാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ചെറിയൊരു ഡിപ്പ് നമ്മൾ കാണുന്നുണ്ട്. അത് ആൾക്കാർക്ക് കുറച്ച് ആശങ്കയായിരിക്കാം. നമ്മൾ ടൈമിംഗ് മാർക്കറ്റിൽ ചെയ്യുന്നത് അത്ര അഭികാമ്യമല്ല. എന്നിരുന്നാലും മാർക്കറ്റിൽ ഇപ്പോൾ നിൽക്കുന്നവരുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റുന്നതും ഇത് തന്നെയാണ്. വിജേഷ് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്തിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, മാർക്കറ്റ് ഓൾവേസ് വിൽ ബി ഇൻ ടർബുലൻസ്. എപ്പോഴും മാർക്കറ്റിനകത്ത് ഈ പറഞ്ഞ 8 വർഷം അല്ലെങ്കിൽ ഒരു ഇടയ്ക്ക് കറക്ഷൻസ് ഉണ്ടാകാറുള്ളതാണ്. എസ്പെഷ്യലി നമ്മുടെ ഗ്ലോബൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഗ്രോത്ത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ എന്ത് പറയുന്നത് സ്റ്റോക്കുകൾ ഈ 3 വർഷം നമുക്ക് കയറാൻ പറ്റിയത്. ഇപ്പോൾ സാധാരണ രീതിയിൽ അത്ര വലിയൊരു റാലി, പെട്ടെന്നൊരു റാലി 7,500 റേഞ്ചിൽ നിന്നും 26,000 സംതിങ് വരെ നമുക്ക് മാർക്കറ്റ് പോയി. ഇത്ര ഒരു റാലി, ഒരു പ്രൊലോങ്ഡ് റാലി വിത്തൗട്ട് എനി കറക്ഷൻ. എനിക്ക് തോന്നുന്നു ഉക്രൈൻ വാറിൻ്റെ സമയത്ത് മാത്രമാണ് ചെറിയൊരു കറക്ഷൻ പോലെ മാർക്കറ്റ് വന്നത്. എന്നിട്ട് അത് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു കയറുകയും ചെയ്തു. അപ്പം എനിക്ക് കസ്റ്റമേഴ്സിനോട്, പുതിയ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത്, നമ്മൾ പാനിക് ആകേണ്ട ആവശ്യമില്ല. ഒരു കമ്പനികളും ഇപ്പം സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴെ വീണമെന്ന് വെച്ചിട്ട് ആ കമ്പനിയിൽ പ്രവർത്തനങ്ങളൊന്നും നടക്കാതിരിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു X എന്ന് പറയുന്നൊരു കമ്പനി അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ്
600 രൂപയിൽ നിന്ന് 300 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ആ കമ്പനിയിലുണ്ടായ ഗ്രോത്തോ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊഡക്ഷനെയൊന്നും അത് ബാധിക്കുന്നില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമാണ്. ഇഫ് കമ്പനീസ് ഫണ്ടമെൻ്റൽസ് ആർ ഗുഡ്, ഡെഫിനറ്റ്ലി ദ സ്റ്റോക്ക് പ്രൈസ് വിൽ ബൗൺസ് ബാക്ക്. അപ്പം നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന സ്റ്റോക്കുകളിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു കമ്പനിയാണ്, വാല്യൂബിൾ അട്രാക്ഷനാണ്. ഇപ്പോൾ 600 രൂപയ്ക്ക് വാങ്ങിച്ചൊരു കമ്പനിയെ വില നേരെ പകുതിക്ക് കിട്ടുമ്പോൾ ആ കമ്പനി 600 രൂപയ്ക്ക് വാങ്ങിക്കാൻ നമ്മളെ എന്തുകൊണ്ട് പ്രേരിപ്പിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അതുതന്നെയാണ് നമ്മൾ 300 റുപ്പീസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മളത് വാങ്ങിക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് കൂടുതൽ മെച്ചം അവിടെ കിട്ടും. വാസ്തവത്തിൽ ഡിസ്കൗണ്ടിൽ കൊടുക്കുമ്പോൾ ഒട്ടും താല്പര്യമായിട്ട് മാറിയിരിക്കുകയാണ് ഷെയർസ്. വാസ്തവം പറഞ്ഞു ബാക്കി എന്ത് സാധനങ്ങൾക്കും ഡിസ്കൗണ്ടിൽ കൊടുത്തു കഴിയുമ്പോഴത്തേനും ആവശ്യക്കാർ കൂടുതലാണ്. എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പം എല്ലാവരും കണ്ടുവരുന്നത് മാർക്കറ്റ് പൊട്ടുമ്പോൾ ആൾക്കാർ തീർച്ചയായിട്ടും ഗിരീഷണം പറഞ്ഞ പോയിന്റ്, എല്ലാവരും വളരെ പാനിക്കായിട്ട് സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ, കുറച്ച് പേര് പിന്നെ വാങ്ങിച്ച സാധനങ്ങൾ അത് തിരിഞ്ഞു നോക്കാതെ അവിടെ തന്നെ ഇട്ടിരിക്കുന്നു. അതായത് ഇനി എപ്പോഴെങ്കിലും കയറി വരുമ്പോൾ കയറി വരട്ടെ എന്നുള്ള രീതിയിലാണ്. പക്ഷേ നമുക്കറിയാം ചില സ്റ്റോക്കുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില സ്റ്റോക്കുകളുണ്ട്. ഇപ്പം ചില കമ്പനികൾ വാല്യുവേഷൻ അട്രാക്ഷൻ വരുമ്പോൾ നമുക്ക് ഈ സ്റ്റോക്കുകൾ ക്വാളിറ്റിയുള്ള വളരെ ഗ്രോത്ത് ഉള്ള കമ്പനികളിലേക്ക് നമുക്ക് മാറ്റി ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് സെക്ടർ ചേഞ്ച് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് മാർക്കറ്റിൽ. പിന്നെ നമുക്ക് പണ്ട് നമുക്ക് ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സാധനം ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് പിന്നെ ഒരു 2 ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇതൊരു അവസരമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ പറയുന്നത്, ഒരു വാല്യുവേഷനിലേക്ക് വരികയാണെങ്കിൽ ദിസ് ഇസ് ഒരു നെക്സ്റ്റ് ഒരു 2 to 3 ഇയേഴ്സിലേക്കുള്ള അവസരം തന്നെയായിരിക്കും മാർക്കറ്റിൽ. ഇപ്പം ഉണ്ടാകുന്ന ഹെഡ്വിൻസ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ സെറ്റിൽ ഡൗൺ ചെയ്യും. നമുക്കറിയാം കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനേക്കാളും വലിയ സിറ്റുവേഷൻ വന്നതാണ്. അത് സെറ്റിൽ ഡൗൺ ആയി. 2008 സപ്പറിംഗ് കേസസ് വന്നു, അന്ന് സെറ്റിലായി. 2001 കേതൻ ബരേക്കിൻ്റെ പ്രശ്നം വന്നു. ഇതിനൊക്കെ മുമ്പ് പലതര ഇഷ്യൂസ് വന്നത് എല്ലാം സെറ്റിൽ ഡൗൺ ആയിട്ടുണ്ട്. പല ഗവൺമെൻറ്റുകൾ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ വലിയ ടർബുലൻസ് ഉണ്ടായിട്ടുണ്ട്. ആ സെറ്റിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പ്രശ്നങ്ങളൊക്കെ തീരും. പക്ഷേ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടത് ഒരു മനോധൈര്യം, അതുപോലെ തന്നെ ഇത് കീപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. ഇതിപ്പം സപ്രായി പറഞ്ഞതിനോട്ട് ഈ SIPസിലൊക്കെ തീർച്ചയായിട്ടും ഇപ്പം നിർത്തുകയല്ല വേണ്ടത്. ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു സ്റ്റാർട്ട് ആൻഡ് ആഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും മാർക്കറ്റ് ബൗൺസ് ചെയ്യും. അതൊരു കുറച്ച് നാളത്തേക്കിനൊരു ടർബുലൻസ് ഉണ്ടാകും. കാരണം ബിക്കോസ് ഇത് എക്കോണമിയാണ്. അപ്പോൾ അതിൻ്റെ കയറ്റിറക്കങ്ങൾ എപ്പോഴും മാർക്കറ്റിനകത്ത് വരും. അത് സ്വാഭാവികമാണ്. അപ്പോൾ നിലവിൽ ഈ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ കുറേ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. അത് കൂടുതലും മാർക്കറ്റിൻ്റെ കയറുന്ന സാഹചര്യത്തിൽ കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. കാരണം ഏത് സ്റ്റോക്ക് പറഞ്ഞാലും മാർക്കറ്റ് കയറുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാമാണ് ശരി എന്ന് വിശ്വസിച്ച് മാർക്കറ്റിൽ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യാതെയോ ഇവർ പറയുന്നത് അതേപോലെ വേദവാക്യം പോലെ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു സെറ്റ്. ഇപ്പോൾ അവർക്ക് കുറച്ച് തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇങ്ങനെ നോക്കി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, നമുക്ക് ഇന്ന് പല വാക്കുകളും അതിൻ്റെ ഇടയ്ക്ക് കേട്ടിട്ടുണ്ട്, സ്വിംഗ് ട്രേഡ്, കോപ്പി ട്രേഡ്, ഇതെല്ലാം. അപ്പോൾ ഈ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് എന്താണ് ഒരു കോഷ്യസ് ആയിട്ടുള്ളൊരു റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ പറയാനുള്ളത് ഇതിന്? എനിക്ക് സംബന്ധിച്ചിടത്തോളം ഇപ്പം റീസെൻ്റ്ലി ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ്, ഇൻഫ്ലുവൻസേഴ്സിനെ കുറേ പേരെ മാർക്കറ്റിൽ നിന്നും സെബി ബാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചൊക്കെ നല്ല കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, ഇപ്പോൾ ഈ 10-22 വർഷമായിട്ട് ഞാൻ ഫീൽഡിൽ നിൽക്കുമ്പോൾ എനിക്ക് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരാൾ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുക, ആൾക്കാർ ആ സ്റ്റോക്കിനെ ചേസ് ചെയ്യുക. തീർച്ചയായിട്ടും ആ സ്റ്റോക്കിന് വില കയറി കഴിഞ്ഞാൽ പിന്നീട് അടുത്തടുത്ത ലെവലിലേക്ക് പിന്നെ ആ സ്റ്റോക്ക് കയറി പോകാം. അപ്പോൾ ഒരു സർട്ടൺ ലെവൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇത് ആരാണോ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് അവർ ആ സ്റ്റോക്ക് ഡംപ് ചെയ്യും. അപ്പം ഈ ഇൻവെസ്റ്റേഴ്സ് എല്ലാം അതിനകത്ത് പെട്ട് കിടക്കുക. ഇതാണ് കൂടുതലും കണ്ടുവരുന്നത്. അപ്പം എനിക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ളവരും പഴയുള്ള ആൾക്കാരോടും പറയുന്ന, നമ്മൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കറിയാൻ വയ്യാത്ത ബിസിനസ്സുകളിൽ കൊണ്ട് പണം ഇടാതെ അതിൻ്റെ വില കയറുന്നു എന്നുള്ള ഒരൊറ്റ റീസൺ കൊണ്ട് തന്നെ മാർക്കറ്റിൽ ആ സ്റ്റോക്ക് ചേസ് ചെയ്ത് പിടിക്കുക. ഏറ്റവും ടോപ്പിൽ പോയി ഇപ്പം ഒരു സ്റ്റോക്ക് 200 രൂപയ്ക്കാണ് വിലയെങ്കിൽ ആ സ്റ്റോക്ക് 800 വരുന്നിടം വരെ നമ്മൾ പിടിക്കില്ല. അവസാനം അത് 1000 റുപ്പീസിന് പോയി പിടിക്കും. അപ്പം ആ സ്റ്റോക്കിൻ്റെ എല്ലാ സ്റ്റീമും കഴിഞ്ഞിട്ട് പിന്നീട് ആ സ്റ്റോക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഹോൾഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇതാണ് പല ഇൻവെസ്റ്റേഴ്സിനും സംഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള, ഇന്ന് ഇഷ്ടം പോലെ ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. മൊബൈലിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ബ്രൗസർ വഴിയാണെങ്കിൽ നമുക്ക്
ഇഷ്ടം പോലെ സൈറ്റുകൾ അവൈലബിൾ ആണ്. നമുക്ക് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് തന്നെ വാലുവേഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, വളരെ പരിമിതമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഇൻവെസ്റ്റേഴ്സ് പോപ്പുലേഷൻ എസ്പെഷ്യലി ഇൻ കേരളയാണെന്ന് എനിക്ക് തോന്നുന്നു കൂടുതലും കണ്ടുവരുന്നത്. കാരണം അവർ എന്താ പറയുക, ആക്സിഡൻ്റൽ ഇൻവെസ്റ്റേഴ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ലെവലിൽ പോയി ആ സ്റ്റോക്ക് നമ്മുടെ കയ്യിലായി, നമ്മൾ പിന്നെ അത് വർഷാവർഷം നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊന്ന് മാറ്റി ചിന്തിക്കുന്ന പോലും നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ഇനിയും കയറി വരുമെന്നുള്ള പ്രതീക്ഷയോടെ വർഷങ്ങൾ കൊണ്ട് കാത്തു വെക്കുക, പിന്നെ അവസാനം പെനി സ്റ്റോക്കായിട്ട് പോവുക. അങ്ങനെ ഒരുപാട് സ്റ്റോക്കുകൾ പോയിട്ടുണ്ട്. അപ്പം ഈ വാലുവേഷനെ കുറിച്ച് പറയാൻ എന്നെക്കാട്ടിലും അറിവുള്ളത് ഗിരീഷേട്ടനാണ്. ഗിരീഷേട്ടൻ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വാല്യുവേഷൻ ബൈസ് പറയുക എന്തൊക്കെ ചെക്ക് പൊതുവെ പറയുമ്പോൾ നമ്മുടെ എക്കോണമി വേറെ ഏത് എക്കോണമിനേക്കാളും പെർസെൻറ്റേജ് ടേംസിൽ ഗ്രോ ചെയ്യുന്ന എക്കോണമിയാണെന്ന് പറയുന്നു. ഇപ്പോൾ US ഒരു 2% എന്തുകൊണ്ടെന്ന് പറയുന്നു, യൂറോപ്പ് 1%, ജപ്പാൻ അതാണ്. ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ ഗ്രോത്തിലെന്ന് പറയുന്ന ചൈന വരെ 10-5 കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 6.5 ഉണ്ടായിരുന്നു, നമ്മളൊരു 8 എന്നുള്ള ലെവലിൽ നിന്ന് കുറച്ച് താഴ്ന്നു എങ്കിലും അപ്പോഴും നമ്മൾ കമ്പാരിറ്റീവ്ലി നല്ല നന്നായിട്ട് പ്ലേസ്ഡ് അല്ലേ ഗ്രോത്തിൻ്റെ ടേംസിൽ. അപ്പം നമ്മുടെ വാല്യുവേഷൻസിനെ കുറിച്ച് പൊതുവെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്സ് ആയാലും അല്ലെങ്കിൽ ഇൻഡെക്സ് ആയാലും പൊതുവെ വാല്യുവേഷൻസിനെ കുറിച്ച് ഗിരീഷിന് എന്താ തോന്നുന്നത്? നമ്മൾ വാല്യുവേഷൻസ് നോക്കുമ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്ന പാരാമീറ്റർ ശരിക്കും PE റേഷ്യോ ആണ്, പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ആണ് എടുക്കുന്നത്. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ എടുത്തു കഴിയുമ്പോൾ നമ്മളുടെ മാർക്കറ്റ് എന്നും എക്സ്പെൻസീവ് ആയിരുന്നു. അതായത് നമ്മളുടെ നിഫ്റ്റി 50യുടെ PE ഇപ്പം നിൽക്കുന്ന ഏതാണ്ട് ഒരു 20 ടൈംസിന് മുകളിലാണ്. പക്ഷേ അതേസമയം നമ്മുടെ നിയറസ്റ്റ് കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ചൈനയുടെ SSE എടുത്തുന്നാലോ അല്ലെങ്കിൽ ചൈന സ്റ്റോക്കുകൾ തന്നെ കൊണ്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഹാങ്സങ് എടുത്തു കഴിയുമ്പോഴോ അവിടെയൊക്കെ ഒരു 14-15 ആ റേഞ്ചിലേ ഉള്ളൂ. യൂറോപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു 12 ലെവലിലേ ഉള്ളൂ. പിന്നെ ഉള്ളത് US മാത്രമാണ്. ഇപ്പം നിലവിൽ നമ്മുടെ ഈ കറക്ഷന് ശേഷം നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ US മാത്രമേ ഉള്ളൂ ഏകദേശം നമ്മുടെ ഒപ്പം നിൽക്കുന്ന മാർക്കറ്റുകൾ. നമ്മളെ സംബന്ധിച്ച് ശരിക്കും ചൈനയെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ പറഞ്ഞു 10% ഏതാണ്ട് ഒരു അതിൻ്റെ പകുതിയോളം ഗ്രോത്ത് തോന്നിയത്. പക്ഷേ ചൈനയുടെ എന്ന് പറഞ്ഞാൽ ഒരു വളർച്ചയുടെ പീരീഡ് കഴിഞ്ഞാണ്. അവരുടെ എക്കോണമി ഒരുമാതിരി സ്റ്റാഗ്നൻ്റായി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ അതേസമയം നമ്മളെ സംബന്ധിച്ചെന്ന് പറയുമ്പം നമ്മൾ ഗ്രോവിങ് എക്കോണമിയാണ്. നമുക്ക് അടുത്ത നമ്മുടെ ശരിക്കും പറയാൻ നമ്മുടെ ഡെമോഗ്രാഫിക് അഡ്വാൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ ചുരുങ്ങിയത് അടുത്ത 2050 വരെയെങ്കിലും ഗ്രോ ചെയ്യാവുന്ന ഒരു എക്കോണമിയാണ് നമ്മളുടെ. ഇപ്പോൾ തന്നെ ജനസംഖ്യയുടെ 50-60% വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൺസംഷനും അതുപോലെ തന്നെ ആ സൈഡിൽ നിന്നുണ്ടാകുന്ന ഡിമാൻഡും അതുപോലെ തന്നെ എക്കോണമിക്ക് ഉണ്ടാകുന്ന ഗ്രോത്തും വേറൊരു ലെവൽ തന്നെയാണ്. അത് പക്ഷേ അത് നമ്മൾ കറക്റ്റായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഈ 1980s തൊട്ട് 2010 വരെ ശരിക്കും ചൈന എക്സ്പ്ലോയിറ്റ് ചെയ്ത ഒരു പോയിൻ്റ് അതായിരുന്നു. അവരെ സംബന്ധിച്ച് ഇപ്പം ഭാഗ്യവശാൽ നമുക്കിപ്പോൾ 2-3 ടേം ആയിട്ട് ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് കിട്ടുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തെന്നാൽ, അതായത് ഗവൺമെൻറ്റിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ പോളിസികളുടെ കണ്ടിന്യൂറ്റി ആണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ എക്കോണമി ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന 2028 ആകുമ്പോഴത്തേനും നമ്മുടെ എക്കോണമി ലോകത്തിലെ 3ാമത്തെ വലിയ എക്കോണമി ആയിട്ട് മാറും എന്നാണ്. പക്ഷേ 2-3 തമ്മിലുള്ള അന്തരം ഭയങ്കരമാണ്. കാരണം നമ്മൾ 4 ട്രില്യൺ 5 ട്രില്യൺ വരുമ്പോൾ തൊട്ട് മുകളിൽ നിൽക്കുന്നത് 15-18 ട്രില്യൺ മുകളിൽ സൈസുള്ള എക്കോണമിയാണ് നിൽക്കുന്നത്. പക്ഷേ 5 ടൈംസ് കൂടുതലുള്ള എക്കോണമിയാണ്. പക്ഷേ നമ്മളെ 3 എന്നുള്ള 2ലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. പക്ഷെ എന്നാൽ പോലും നമ്മളെ 3ാം സ്ഥാനത്തേക്ക് എക്കോണമി വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ 10 വർഷം മുമ്പ് നമ്മൾ 10ാം സ്ഥാനത്തായിരുന്നു എന്ന് കരുതണം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ എക്കോണമിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു. ആ എക്കോണമിയുടെ ഗ്രോത്ത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനികളും ഗ്രോത്തിനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല PE കിട്ടിക്കൊണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ PE കഴിഞ്ഞൊരു 10 വർഷത്തെ ശരാശരി PE എടുത്തെന്നാൽ ഏതാണ്ടൊരു 23-24 റേഞ്ച് ആയിരുന്നു. അതിപ്പോൾ 20ലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ വാല്യുവേഷൻ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് മിഡ് ക്യാപ് സ്റ്റോക്കുകളുടെ അതിൻ്റെ PE ഇപ്പോഴും എക്സ്പെൻസീവ് ആണ്. കാരണം 10 ഇയർ ആവറേജ് എടുത്ത് ഒരു 31 റേഞ്ചൊക്കെ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും ഒരു 30 ഇയർ റേഞ്ചിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഒരു 37-38 റേഞ്ചാണ് നിൽക്കുന്നത്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കുറേ ന്യൂജൻ കമ്പനികൾ, ഹൈലി വാല്യൂഡായ കുറേ ന്യൂജൻ കമ്പനികൾ ഈ മിഡ് ക്യാപ് ഇൻഡെക്സിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ നൈക്ക 800 മുകളിൽ PE ഉള്ള സ്റ്റോക്കാണ്. അല്ലെങ്കിൽ FACT 500 മുകളിൽ PE ഉള്ള സ്റ്റോക്കാണ്. അതുപോലെ തന്നെ പോളിസി ബസാർ ഒരു 300 അല്ലെങ്കിൽ സൊമാറ്റോ ഇതൊക്കെ ഒരു 300-നടുത്ത് PE ഉള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ അങ്ങനെ കുറേ സ്റ്റോക്കുകൾ ഈ മിഡ് ക്യാപ് ഇൻഡെക്സിനകത്ത് വന്നതുകൊണ്ട് തന്നെ ഇൻഡെക്സ് കണ്ടമാനം ഓവർ വാല്യൂഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതങ്ങനെ ഒരു കാരണമുണ്ട്.
പക്ഷേ ഇതൊക്കെ ശരിക്കും പറയുക വല്ല എമർജിങ് ബിസിനസ് എന്നോ അല്ലെങ്കിൽ എമർജിങ് ബിസിനസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു സെക്ടർ ഒരു സെറ്റ് ഓഫ് ഇൻഡെക്സ് ഉണ്ടാക്കി അതിനകത്തേക്ക് മാറ്റിയിരുന്നെങ്കിൽ ഇത്രമാത്രം ഒരു ഫീലിംഗ് വാല്യുവേഷൻ ആണെന്ന് നമുക്ക് തോന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് എക്സ്പെൻസീവ് ആണ്. അതിനുള്ള കാരണങ്ങളും ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ഫോറക്സ് റിസർവ് ഉണ്ട്. ഒരു വർഷത്തിന് മുകളിൽ പ്രോഡക്റ്റുകൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ മാത്രമുള്ള ഫോറക്സ് റിസർവ് ഉണ്ട്. നമ്മൾ ഓർക്കണം, നമ്മൾ 15 ദിവസത്തെ ഇമ്പോർട്ടിനുള്ള ഫോറക്സ് റിസർവ് ഇല്ലാത്തൊരു സമയത്തു നിന്നാണ് ഈ ലെവലിലേക്ക് എത്തിയേക്കുന്നത്. അത് അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണെങ്കിൽ വളരെ കൺട്രോൾ ആണ്. അതുപോലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് സ്റ്റേബിൾ ഗവൺമെൻറ്റാണ്. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതുപോലെ നമ്മുടെ കമ്പനികളാണെങ്കിൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡുള്ള കമ്പനികളാണ്. നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസ് ആ ലെവലിലാണ്. അത് ശരിക്കും ഗ്രോത്തിനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് PE അധികം കിട്ടും. ആ PE നമ്മൾ ഇപ്പോൾ കാണുന്ന ആ ഒരു റേഞ്ച് നിലനിർത്തണമെങ്കിൽ കമ്പനികൾ ഇവിടുന്ന് ഒരു 10-20% വെച്ച് ഗ്രോത്ത് ഉണ്ടാകണം. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറിലെ ഗ്രോത്ത് വളരെ പരിമിതമായിരുന്നു. തന്നെ ഔട്ട്ലുക്കും മിക്ക കമ്പനികളും അത്ര പോസിറ്റീവായിട്ട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു 2 കാര്യങ്ങൾ കൊണ്ടാണ് ചിലപ്പോൾ 2-3 ക്വാർട്ടർ കൊണ്ടൊക്കെ സിറ്റുവേഷൻസിന് മാറ്റം വരും. അതായത് ഗ്ലോബൽ ലെവലിൽ നിന്ന് വേറെ കാര്യമായിട്ട് നെഗറ്റീവ് സർപ്രൈസുകളൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ കണ്ട ലോ എന്ന് വെച്ചാൽ ഏകദേശം ഒരു ബോട്ടമിലാണ് നമ്മൾ നിൽക്കുന്നത്. ചിലപ്പോൾ ഈ സമീപ നാളിൽ വന്നേക്കുന്ന ലോ ആ റേഞ്ചിലൊക്കെ വീണ്ടും വരാം. പക്ഷേ എന്തെങ്കിലും കാര്യമായ നെഗറ്റീവ് സർപ്രൈസ് ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ഇൻഡെക്സ് ഒരു 20,000 ലെവലിലേക്കോ ആ റേഞ്ചിലേക്ക് വേണമെങ്കിൽ പോകാം. കാരണം നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഒരു സ്ട്രോങ് ലെവൽ അതായിരുന്നു. 20,500 ആ ലെവലായിരുന്നു നമ്മുടെ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പുള്ള ആ ഒരു ലെവലാണ്. ആ ലെവലിലേക്ക് പോകാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ താരിഫിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറേയെല്ലാം പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് കുറച്ചും കൂടി ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള കുറച്ച് നടപടികളും കൂടെ അടുത്ത ബഡ്ജറ്റോടുകൂടിയൊക്കെ ഉണ്ടാകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയമാകുമ്പോഴത്തേനും മാർക്കറ്റ് കുറച്ച് റിക്കവറി വന്നേക്കും. ഓൾമോസ്റ്റ് മോശപ്പെട്ട സമയം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ട് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമുക്ക് പൊതുവെ ഇതിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറയാനുള്ളത്, മാർക്കറ്റിൽ ഇപ്പം നിലവിലെ സാഹചര്യങ്ങൾ നമുക്ക് കുറച്ച് വറിയിങ് ആണ്. മാർക്കറ്റിലെ കറക്ഷൻ ഈ 4 കൊല്ലമായിട്ട് പൊതുവെ നമ്മൾ കാണാത്തത് കൊണ്ട് വരുന്ന ഒരു ടെൻഷൻസ് ആണ്. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ നമുക്കിതിൽ വേണ്ട ഒരു കോഷ്യസ് ആയിട്ട് എടുക്കേണ്ട അപ്രോച്ചുകളെ കുറിച്ച് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. അതായത് വെറുതെ ഇൻഫ്ലുവൻസ് നോക്കി യൂട്യൂബ് നോക്കിയിട്ടോ മാത്രം തീരുമാനിക്കാതെ അവരുടേതായ രീതിയിലൊന്ന് റിസർച്ച് ചെയ്യാന്നുള്ളത് ജിതിൻ പറയുകയുണ്ടായി. പിന്നെ നമ്മുടെ ഈ വാല്യുവേഷൻസ് എന്നുള്ളത് ഗ്രോയിങ് എക്കോണമിയെ സംബന്ധിച്ചോളം നമുക്കും ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ലോങ് ടേം നോക്കി കഴിയുമ്പോൾ നമ്മുടെ എക്കോണമി അല്ലാതെ വേറെ ഏത് എക്കോണമിയാണ് എമേർജിങ് മാർക്കറ്റിൽ നല്ല എക്കോണമി എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ചോദ്യചിഹ്നമായിട്ട് നിൽക്കും. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഇനിയും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടെമ്പററി ഒരു ഈ പറഞ്ഞ പോലെ 1000-1500 പോയിന്റോളം ചിലപ്പോൾ ഇനി പുറത്തെ സാഹചര്യങ്ങൾ, അത് നമ്മുടെ കൺട്രോളിലല്ലാത്ത സാഹചര്യങ്ങൾ കാരണം വന്നേക്കാം. എന്നിരുന്നാലും അതും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാരെ സംബന്ധിച്ചോളം നല്ലൊരു റിട്ടേൺ ലോങ് ടേമിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നതെന്ന് നമുക്കിതിൽ വിശ്വസിക്കാം. അത് നമ്മൾ ഷോർട്ട് ടേമിൽ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്ലഡ് പ്രഷർ കൂട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ കുറച്ച് വറിയിങ് സമയങ്ങളായിരിക്കും. ലോങ് ടേം ചിന്തിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ നിൽക്കുന്നവർക്കോ നല്ല സാഹചര്യം വന്നു ചേർന്നിരിക്കുന്നു. കൂടാതെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇനിയും പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ ഡിപ്പിലും ആയാലും ഇൻവെസ്റ്റ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ആ ഒരു ഫിലോസഫി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ റിട്ടേൺ നല്ല രീതിയിലേക്ക് വരാനുള്ളതുണ്ട്. നമ്മൾ ടെമ്പററി ഫിനോമിനായിട്ട് മാത്രം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കാണരുത് എന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. ഇങ്ങനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജതിൻ പറഞ്ഞ പോലെ തന്നെ കോവിഡോ കേസൻ പരേക്കോ ഹർഷദ് മേത്ത സ്കാമോ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെമ്പററി ഫേസിന് ശേഷം മാർക്കറ്റ് കയറുന്നതൊക്കെ ഏറ്റവും അത് കാരണം വരുന്ന റിട്ടേണും പല ഗുണിതങ്ങളായിട്ടുള്ള രീതിയിലുള്ള റിട്ടേൺ ആണ് വരുന്നത്. നമ്മൾ സാധാരണ നമ്മളല്ലാത്ത സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റിട്ടേൺ ആണ് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് പേഷ്യൻസോടെ ഇരിക്കുകയാണെങ്കിൽ കിട്ടുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ മൊത്തം ഒന്ന് ഈ പരിപാടി ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയങ്ങളോ ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ട് നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.